നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മുനിസിപ്പൽ ചെയർമാന്മാരുടെയും മേയർമാരുടെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ പോലും ഇന്ന് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ എൻ സുബ്രഹ്മണ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയത്. വീട് വളഞ്ഞാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അതിശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അതൊരു AI ഫോട്ടോ ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന കുറ്റത്തിനാണ് എൻ സുബ്രഹ്മണ്യത്തിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ വളരെ വിചിത്രവും രസകരവുമാണ്. സാധാരണഗതിയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ അയാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. പിന്നീടാണ് കോടതിയിലേക്കും മറ്റും എത്തിക്കുന്നത്, അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. സുബ്രഹ്മണ്യത്തിൻ്റെ വൈദ്യപരിശോധനയൊക്കെ നടത്തിയിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, പിന്നീട് നോട്ടീസ് നൽകി വിട്ടയക്കുന്നു. ഈ ഒരു നോട്ടീസ് നൽകി വിട്ടയക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് പോലീസ് ഈ വീട് വളഞ്ഞ് സുബ്രഹ്മണ്യത്തിനെ പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് അവിടെ ഉയരുന്നത്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഭരണത്തിലെത്തിയ ശേഷം തന്നെ പോലീസ് നടത്തുന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള അതിവിചിത്രവും സങ്കീർണവുമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാവിലെ പിടിച്ചുകൊണ്ട് പോയത്. അതുപോലെ തന്നെയാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയത്. എന്നാൽ ഈ സംഭവങ്ങളിലൊക്കെ തന്നെ അവസാനം നാണം കെട്ടത് കേരള പോലീസാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലും മുന്നും നോക്കാതെ ആളുകളുടെ വീട് വളഞ്ഞ് അറസ്റ്റ് കൊണ്ടുപോകാനൊക്കെ പോലീസ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പിണറായി പോലീസിൻ്റെ നടപടികളാണ്. പിണറായി ഭരണകാലത്ത് ഇതിനപ്പുറവും നടക്കുമെന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നവർ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ ഇത്തരത്തിൽ ഭയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ സുബ്രഹ്മണ്യൻ വളരെ മുതിർന്ന നേതാവാണ്, കോഴിക്കോട്ടെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു പ്രമുഖ നേതാവിനെ പോലും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്തിടും, ഇനിയെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവർ ഇത് കണ്ടോട്ടെ എന്ന് കരുതി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പോലീസ് ഈ നാടകമൊക്കെ കളിച്ചത്. പക്ഷേ ആത്യന്തികമായി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേരള സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനുമൊക്കെ തന്നെ ഇത് വലിയൊരു മാനക്കേടായി മാറി എന്നുള്ളതാണ്. നാട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ ചോദിക്കുന്ന ചോദ്യം പലതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേരള പോലീസ് തമിഴ്നാട്ടിലെത്തി ഈ സംഭവങ്ങളുമായി അടുത്ത വിഗ്രഹം കടത്തുമായി ബന്ധപ്പെട്ട് ഡി മണി എന്നൊരു വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അയാളത് നിഷേധിക്കുന്നു. ഞാനല്ല ഡി മണി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ഇയാൾ പറഞ്ഞത് ശരിയായ കാര്യങ്ങളല്ല എന്നും കള്ളമാണ്, പോലീസിനെ വഴിയേറ്റിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തന്നെയാണ് ഇയാൾ അറിയാവുന്നുള്ള പ്രവാസി വ്യവസായി, അതായത് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച പ്രവാസി വ്യവസായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇയാൾ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം അവിടെ ഉയർന്നുണ്ട്. അടുത്ത മാസം ആദ്യവാരം ഇയാളോട് തിരുവനന്തപുരത്ത് എത്താനാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ ഇയാളുടെ പാസ്പോർട്ട് പോലും പോലീസ് പിടിച്ചെടുത്തിട്ടില്ല. ആ നിലയ്ക്ക് വേണമെങ്കിൽ ഈ വ്യക്തിക്ക് വിദേശത്തേക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അയാൾക്ക് പിടികൊടുക്കാതിരിക്കാം, ഒളിവിൽ പോകാം, ഹാജരാകാതെ ഇരിക്കാം, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയൊന്നും കാണിക്കാത്ത ഈ അമിതമായ ഉത്സാഹം പിന്നെ എന്തിനാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ ചെന്ന് കാണിച്ചത് എന്ന സ്വാഭാവികമായൊരു സംശയമാണ് ഇവിടെ ഉയരുന്നത്. ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി CPM നേതൃത്വത്തെ വല്ലാതെ പരിഭ്രമിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുകയാണ്. അവിടെ ഒരുപക്ഷെ ഇതിനെതിരെയൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ അപ്പോഴും എല്ലാം അവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും പോലീസിനെ ഒരു മർദ്ദനോപാധി എന്ന് വിശേഷിപ്പിച്ചിരുന്ന CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ സഹായത്തോടെ മാത്രം തങ്ങളുടെ എതിരാളികളെ നേരിടാൻ ശ്രമിക്കുന്നത്? അത് ആരുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം. അകാരണമായ ഓരോ വ്യക്തികളുടെ വീട് റെയ്ഡ് നടത്തുക, അവിടെയുള്ള അവരുടെ പ്രായമായ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ വല്ലാതെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ സാക്കിൾ ചെയ്യുന്നത് ഈ പോലീസിനെ വിട്ടാണ്. ഇവർ മർദ്ദക ഭരണമായിരുന്നു എന്ന് ആരോപിച്ചിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പോലും ചെയ്യാത്ത രീതിയിലുള്ള പല കൃത്യങ്ങളുമാണ് ഇവർ ഇപ്പോൾ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതിൽ പോലീസിൽ വലിയൊരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മുകളിൽ നിന്നുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ആർക്കും നിരസിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇപ്പോൾ എൻ സുബ്രഹ്മണ്യത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, വിട്ടയക്കണം എന്ന് പറഞ്ഞത് ഏതോ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് തങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയുള്ളൂ എന്നും ഇത് എൻ സുബ്രഹ്മണ്യന് രാഷ്ട്രീയപരമായ വലിയൊരു മൈലേജാണ് കിട്ടാൻ പോകുന്നത് എന്നും രാഷ്ട്രീയ ബോധമുള്ള CPM തന്നെയുള്ള ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഒടുവിലെടുത്തത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ അവിടെയൊക്കെ വരുന്ന ചോദ്യമുണ്ട്. ഒരു വ്യക്തിയെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പിടികൂടാൻ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്തരം ക്രിയകൾ, അതായത് ഈ ആളുകൾക്കെതിരെ ഈ വളരെ വിമർശിച്ചുകൊണ്ടും കളിയായിക്കൊണ്ടും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും പോസ്റ്റ് ഇടുന്ന നമ്മുടെ നാട്ടിലെ CPM
ഹാൻഡിലുകളാണ്. അവരൊക്കെ തന്നെ ഏതെല്ലാം പേരുകളാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും സ്ത്രീകളോട് പോലും യാതൊരു മര്യാദയില്ലാത്ത രീതിയിൽ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ വിമർശിക്കുന്ന എത്രയോ പോസ്റ്റുകൾ ഈ വിഭാഗങ്ങൾ ഇടുന്നുണ്ട്. CPM അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്രയോ സ്ത്രീകളെയാണ് അവമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു നടപടിയും എടുക്കാതെ എൻ സുബ്രഹ്മണ്യത്തിൻ്റെ ഈ ഒരു ചിത്രത്തിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ രാവിലെ വീട്ടുകാരെയും സുബ്രഹ്മണ്യത്തിനെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു നാടകം പോലെ തോന്നിക്കുന്ന ഒരു സംഭവം നടത്തിയിട്ട് കേരള പോലീസിന് എന്ത് ലഭിക്കാനാണ് എന്ന് ചോദിച്ചാൽ ഇത് കേരള സർക്കാരിന് വലിയ തിരിച്ചടിയായി നാണക്കേടായി മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോടതിയിൽ പോയാലൊക്കെ തന്നെ ഈ കേസൊന്നും നിലനിൽക്കുകയില്ല എന്നുള്ള സത്യം പിന്നീടായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യം പോലീസിനെ വിളിച്ച് അങ്ങ് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ മൈക്ക് സെറ്റിന് തയ്യാറായപ്പോൾ മൈക്ക് സെറ്റിൻ്റെ പേരിൽ പോലും കേസെടുക്കാൻ തയ്യാറായ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എൻ സുബ്രഹ്മണ്യത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് പിന്നീട് നോട്ടീസ് നൽകി വിട്ടയച്ചതൊന്നും തന്നെ ഒരു മഹാകാര്യമായി കണക്കാക്കാനാവുകയില്ല. ഇത് അവരുടെ സ്ഥിരം പതിവാണ്.